ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. മോർണിംഗ് ഇതാ ഞാൻ എണീറ്റ് നേരെ ഇന്നത്തെ വ്യൂ കാണാനായിട്ട് എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ വന്നേക്കണത്. കുറച്ച് കോടയൊക്കെ ഉണ്ട്, പിന്നെ നല്ല പച്ചപ്പും കിളികളുടെ ശബ്ദമൊക്കെ കേട്ടാൽ പിന്നെ എന്താ വേണ്ടേ. അന്നത്തെ ഡേ തന്നെ നമ്മൾ ഹാപ്പി ആണല്ലേ. ഇന്ന് വന്നിട്ട് നമ്മളെ പ്രീവിയസ് വ്ളോഗിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ഒരു ഫ്രഷ് ആൻഡ് കൂൾ മോർണിംഗ് ആണ്. നമ്മൾ ഈ റിസോർട്ടിലും ഹോട്ടലിലൊക്കെ സ്റ്റേക്ക് വന്നാൽ നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങുന്ന പോലെയൊക്കെ ഒന്ന് ഉറങ്ങുമോ? ഇല്ല അല്ലേ. നേരത്തെ എണീറ്റ് ആ പ്രോപ്പർട്ടിയൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടാവില്ലേ. ഇവിടെ ഇന്ന് ഞങ്ങൾക്ക് സെക്കൻഡ് മോർണിംഗ് ആണ്. മുൻപത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. സോ നമ്മളും പതിവ് പോലെ നേരത്തെ എണീറ്റ് ഒരു മോർണിംഗ് വാക്കൊക്കെ പോയി, പിന്നെ ഫുൾ സൈക്ലിംഗ് ഒക്കെ ചെയ്തു. ശരിക്കും എത്ര റൗണ്ട് പോയെന്ന് അറിയില്ല, എത്ര റൈഡ് ചെയ്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ചിന്നൂട്ടിക്കും ശാലുട്ടിക്കും ഇവിടുത്തെ സൈക്ലിംഗ് ജേണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഈ ഒരു ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇവിടുത്തെ മോർണിംഗും ഈ വഴികളും പിന്നെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസും ഒക്കെ ആയിരുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന്. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും അടിപൊളിയായിരുന്നു. അങ്ങനെ വിശപ്പിൻ്റെ വിളിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ ഗസ്റ്റൊക്കെ കുറവാണ്. സോ ഇന്ന് നമുക്ക് ബൊഫേ ഒന്നുമില്ല, അലാക്കാട്ടെ മെത്തേഡാണുള്ളത്. ബട്ട് കോംപ്ലിമെൻ്ററി ആണ്, നമുക്കിഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് മാത്രം. എല്ലാവരും കൂടിയിരുന്ന് കുറേ നേരം സംസാരിച്ച് പതുക്കെ എൻജോയ് ചെയ്താണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. അടിപൊളിയായി, ഹാപ്പി ആയിട്ട് എല്ലാവരും കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വയറ് മതി നിർത്തിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് എഴുന്നേറ്റ് പുറത്തിറങ്ങി നടക്കാമെന്ന് കരുതി. ഇപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ പ്രീമിയം ടൈപ്പ് ഓഫ് വില്ലാസ്. തുറന്ന് കാണാനുള്ള ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. എല്ലാം വ്യത്യസ്ത മോഡൽ ആൻഡ് ഡിസൈൻസ് ഓഫ് വില്ലാസ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്രൈവസിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഇവർ കൊടുത്തിട്ടുണ്ടെന്ന്. വീടിന് മുന്നിൽ തന്നെ ഒരു തുളസിത്തറ ഒരുപാട് പേർക്ക് ഒത്തിരി ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു ഫീലിംഗ് ആണല്ലേ അത്. ഇത് പറയാൻ കാരണം ഇവിടെയുമുണ്ട് ഓരോ വില്ലയ്ക്ക് മുന്നിലും നല്ല നോസ്റ്റ് ഫീൽ ചെയ്യിക്കുന്ന രീതിയിലുള്ള തുളസിത്തറകൾ. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ആവുകയാണ്. അതറിയാവുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് പൂളിൽ പോകണമെന്ന് വാശിയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നേരെ പൂളിലോട്ട് വെച്ച് പിടിച്ചു.
ഫൈനലി ഞങ്ങൾ അങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും നല്ല ഫോട്ടോ ഫ്രെയിംസ് ആയതുകൊണ്ട് തന്നെ എത്ര പിക്സ് എടുത്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം പതുക്കെയാണ് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് പോണേ. അതുകൊണ്ട് തന്നെ നമ്മളെ ഫേവറേറ്റ് സ്പോട്ടൊക്കെ ഒന്നുകൂടെ കവർ ചെയ്യാമെന്ന് കരുതി. മഹാബലിന്റെ എൻ്റെ സുഹൃത്താണ് മഹാബലിന്റെ സുഹൃത്താണ് ഇത്. ഇവിടെ വന്നിട്ട് ഈ റിസപ്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോയിട്ടേ ഇല്ലായിരുന്നു. കാരണം അകലേന്ന് നോക്കുമ്പോൾ ചെറിയൊരു ഏരിയ അത്രേ ഉള്ളൂ. അപ്പോഴാണ് ആശയ്ക്ക് ഒരു സംഭവം ഉണ്ട്, കാണണമെങ്കിൽ വാന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കണം. ഞാൻ പോയി നോക്കിയപ്പോൾ ഒരു സ്മോൾ ട്രീ നിറയെ നമ്മുടെ ലിച്ചിപ്പഴം കായ്ച്ചു നിൽക്കുന്നു. കണ്ടപ്പോൾ നല്ല സർപ്രൈസിങ് ആയിട്ട് തോന്നി. ഇത് നമ്മുടെ നാട്ടിലൊരു ഫ്രൂട്ടൊന്നും അല്ല, ആൾ വിദേശിയാണ്. ബട്ട് ഇവിടെ സീസണിലായിട്ട് ഇപ്പോൾ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇതിന് ഇംഗ്ലീഷിൽ ലോങ് ആൻഡ് ഫ്രൂട്ട് ആണ് എന്ന് പറയാമെന്നൊക്കെ അറിയാം. മലയാളത്തിൽ ലൈച്ചി എന്നാണ് തന്നെയാണ് തോന്നുന്നത്. എനിക്ക് ഉറപ്പില്ല കേട്ടോ. അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഫ്രൂട്ടാണെങ്കിലും പറിച്ച് കഴിച്ചാൽ അവരെ ഓടിച്ചു വിടുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹസത്തിന് എന്തായാലും ഞാൻ പോയില്ല. കുറേ നേരമായിട്ട് ആ മരത്തുമ്പോൾ തന്നെ ആയിരുന്നു നമ്മളുടെ ഫോട്ടോഷൂട്ട്. ലാസ്റ്റ് പിന്നെ ഫോട്ടോഗ്രാഫർ മൂഡ് ഓഫ് ആയപ്പോൾ പിന്നെ ഇനി ഫോട്ടോ ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ നിർത്തി വണ്ടിയിൽ കയറി. നമുക്ക് ഈ ഫോറസ്റ്റൊക്കെ താണ്ടി വേണം കേട്ടോ റോഡിലെത്താൻ. ചുമ്മാ പറഞ്ഞാണ്, എന്തായാലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു ഫോറസ്റ്റിൻ്റെ ഒക്കെ പോലെ തന്നെ അല്ലേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.